ഹലോ, ഗുഡ് മോർണിംഗ് ആൾ. വിഷു സ്പെഷ്യലാണ് കേട്ടോ. രാവിലെ കണിയൊക്കെ വെച്ച് നമ്മൾ ബേപ്പൂർ വീട്ടിലാണ് കണിയൊക്കെ ഒരുക്കിയത്. ഇപ്രാവശ്യം അവിടെ കണി കണ്ടിട്ട് നാട്ടിലേക്ക് പോരാം, അതായത് എൻ്റെ വീട്ടിലേക്ക് പോരാം എന്നായിരുന്നു പ്ലാനിങ്. അത് പ്രകാരം തന്നെ എനിക്ക് കിട്ടുന്ന രീതിയിലുള്ള എല്ലാ വിഷുക്കണിയും ഒരുക്കി, നല്ലൊരു വിഷുക്കണി ഒരുക്കി ഞങ്ങളിതേ വിഷുക്കോടിയൊക്കെ എടുത്ത് വിഷുക്കോടിയൊക്കെ എടുത്ത് ഞാനും ഏട്ടനും മോളും കൂടി നേരെ മലപ്പുറത്തേക്ക്. വല്ലാത്ത ഒരു വെമ്പലാണ് വീട്ടിലെത്താൻ. ഒരു ടൈം ഉണ്ടല്ലോ നമുക്കിങ്ങനെ കൂടി അയ്യോ എത്തുന്നില്ലല്ലോ എന്നുള്ള ചിന്താഗതി വീട്ടിലേക്ക് പോകുമ്പോൾ എല്ലാവർക്കും കിട്ടുന്നതാണ് അല്ലേ. വീട്ടിലെത്തി എല്ലാവരുടെ അടുത്തു നിന്നും വിഷു കൈനീട്ടം വാങ്ങി പിള്ളേർ എണ്ണാൻ തുടങ്ങി കേട്ടോ. എണ്ണി എവിടെ എത്തുന്നാവും. പിന്നെ സദ്യ, അത് മലയാളികളുടെ വീക്ക്നെസ്സാണ് അല്ലേ. ശർക്കരപ്പേരി, വറുത്തുപ്പേരി, അതേപോലെ തന്നെ പുളി, അങ്ങനെ എല്ലാതും, പാലട, പ്രഥമൻ, പഴം, എന്താ അല്ലേ, സാമ്പാർ, ഇതൊക്കെ മലയാളിയുടെ നാവിൽ അതിനേക്കാൾ അടിപൊളിയായിട്ട് വേറൊന്നും കിട്ടുന്നത് നമുക്ക് തോന്നുന്നില്ല. ദെൻ നിങ്ങൾ പറഞ്ഞല്ലോ, നേരെ എഴുത്തിയമ്മയുടെ വീട്ടിലേക്ക് പോയി അവിടെ കുറച്ച് നേരം പടക്കമൊക്കെ പൊട്ടിച്ച് എല്ലാവരുടെ അടുത്തും വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്ന് ഭയങ്കര രസമായിരുന്നു കേട്ടോ. അതാണ് എൻ്റെ നാത്തൂൻ്റെ ഏട്ടൻ. പിന്നെ പിള്ളേർ കളി തുടങ്ങി. ഞാനും നാത്തൂനും ഒരേ മാതിരത്തെ ഡ്രസ്സാണ്. കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അവളുടെ വകയാണ് കേട്ടോ ഗിഫ്റ്റ്. ദെൻ ഞങ്ങൾ നേരെ അവിടെ കുറുക്കൻ ചോല എന്ന് പറഞ്ഞിട്ട് സ്ഥലമുണ്ട്, അവിടെ പോയി കുറച്ച് മാങ്ങയൊക്കെ പറിച്ച് വിഷു ഗംഭീരമായിരുന്നു കേട്ടോ. നമുക്ക് ചെറിയ മൂമെൻറ്റ്സ് ആണെങ്കിലും ഭയങ്കരമായിട്ട് ഹാപ്പി ആവുന്ന ആൾക്കാരാണെന്ന് വെച്ചെങ്കിൽ ഇതൊക്കെ എത്രയോ ബ്ലെസ്സിങ് ആണ് അല്ലേ. നിങ്ങൾക്ക് ഇവിടുത്തെ സൂര്യാസ്തമയം കാണിച്ചു തരാം. കണ്ടോ, അടിപൊളിയല്ലേ. ഇവിടുന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എല്ലാവരും എടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് മാത്രമേ എനിക്ക് പറ്റത്തുള്ളൂ, അവിടെ കണ്ട പ്ലാസ്റ്റിക്, അത് ഭയങ്കര നിരുത്സാഹപ്പെടുത്തി എന്നെ. അപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് വരുന്നവരെ ബൈ ഓൾ, ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ് യു.